പരിസ്ഥിതി ദിനത്തിൽ നട്ട ചെടികളൊക്കെയും വളർന്നിരുന്നെങ്കിൽ ഈ നാട് കാടാകുമായിരുന്നു എന്ന് പറഞ്ഞത് പഴകിയ തമാശയാണ്. പക്ഷേ നട്ട ചെടികളെ സസൂക്ഷ്മം പരിചരിച്ച് വൻമരങ്ങളാക്കി വളർത്തിയ കാഴ്ചയുണ്ട് കണ്ണൂർ താവത്ത്. 8 വർഷങ്ങൾക്ക് മുൻപ് പരിസ്ഥിതി ദിനത്തിൽ നട്ട മരങ്ങൾ ഒരു പ്രദേശത്തെ തന്നെ മാറ്റിക്കഴിഞ്ഞിരിക്കുകയാണ്. കൊച്ചികൾ തപസ്സിരിക്കുന്ന വയലിന് നടുവിലൊരു ടാർ റോഡ്. റോഡിനിരുവശവും കമാനമൊരുക്കിയ പല മരങ്ങൾ. കണ്ണിലും ക്യാമറയിലും ഫ്രെയിം നിറയ്ക്കുന്ന ഈ കാഴ്ചകൾക്ക് മുളപൊട്ടിയത് 2018 ഇതുപോലൊരു പരിസ്ഥിതി ദിനത്തിലാണ്. കോവിഡിനെ ഭയന്ന് നാട് വീടുകളിൽ ഒതുങ്ങിയ കാലമായിരുന്നു. പതിവ് തെറ്റിക്കാതെ ആ വർഷത്തെ പരിസ്ഥിതി ദിനത്തിലും താവം ഈഗിൾ ക്ലബ്ബ് പ്രവർത്തകർ മരത്തൈകളുമായി എത്തി. താവം ദാൽ ഡാം റോഡിന്റെ വശങ്ങളിൽ 40ഓളം മരങ്ങൾ നട്ട അവർ ഒരു തീരുമാനം കൂടി അന്നെടുത്തു. ഈ മരങ്ങളെ സംരക്ഷിക്കുമെന്ന്. ആ തീരുമാനമാണ് ഇന്ന് വളർന്ന് പന്തലിച്ചിങ്ങനെ കിടക്കുന്നത്. ഇത് കാണാൻ വേണ്ടിയിട്ട് നിരവധി ആളുകൾ വരുന്നുണ്ട്. ഇത് കാണാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ കല്യാണത്തിൻ്റെ ഷൂട്ടിങ്, അതുപോലെ തന്നെ പിറന്നാളിൻ്റെ, അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ നമ്മളിപ്പം ഈ പ്രദേശത്തുള്ളവർ കൂടാതെ പുറത്തുനിന്നൊക്കെ ആൾക്കാർ വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കേരളത്തിലെ ഏറ്റവും നല്ല ക്ലബിനുള്ള അവാർഡ് 2015-16 പ്രവർത്തനം അത് കേരള ഗവർണറായിരുന്ന ജസ്റ്റിസ് പി സദാശിവത്തിൽ നിന്ന് ഞങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. താവം ഈഗിൾ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നടത്തി 100% വിജയം കൈവരിക്കാൻ ഈഗിളിന് സാധിച്ചതുകൊണ്ട് തന്നെയാണ് നമ്മളെ ഈ കൂട്ടായ്മ ഈ വൃക്ഷത്തൈകളെ അങ്ങനെ അത്രമാത്രം പരിപാലിച്ചിട്ടുള്ളത്. ഞാവൽ, പുളി, അശോകം, കണിക്കൊന്ന, വേപ്പ് തുടങ്ങിയവയാണ് നട്ടുപിടിപ്പിച്ചത്. കുപ്പിയിൽ വെള്ളം നിറച്ച് തുള്ളി നനയിലൂടെ വേനലിൽ ചെടികൾ സംരക്ഷിച്ചു. 8 വർഷത്തിനിപ്പുറം ഞാവലും പുളിയും കായ്ച്ചു, കണിക്കൊന്ന പൂത്തു. വഴിയാത്രക്കാർക്കും പക്ഷികൾക്കും കഴിക്കാൻ പഴങ്ങളായി, കൺകുളിർക്കുന്ന കാഴ്ചയായി, മേനി തണുക്കുന്ന തണലായി. മരം ഒരു വരമെന്നത് പഴഞ്ചൊല്ല് മാത്രമല്ലാതാകുന്നതും ഇങ്ങനെ തന്നെ. ന്യൂസ് മലയാളം, കണ്ണൂർ.